നമസ്കാരം. ബി.ജെ.പിക്ക് അവസരമൊരുക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തി വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് CPM നേതാവ് EP ജയരാജൻ. ഇപ്പോഴിതാ ആത്മകഥയിൽ മറ്റൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. മകനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP ശ്രമിച്ചുവെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം വെളിപ്പെടുത്തിയത്. EP-യുടെ ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥയിലാണ് പരാമർശം. BJP നേതാവ് പലതവണ മകനെ ഫോണിൽ വിളിച്ചു, എന്നാൽ അവൻ ഫോൺ എടുത്തില്ല. താൻ BJP നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്നും ജയരാജന്റെ ആത്മകഥയിൽ പറയുന്നു. എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് അവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു. തുടർന്ന് 1-2 തവണ അവനെ വിളിച്ചു. അതൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമമാണെന്ന് തോന്നി. അവൻ ഫോൺ എടുത്തില്ല. ഇവർ സതുദ്ദേശത്തോടെയല്ല വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അത്. എന്നിട്ടും അവർ എത്ര നിസ്സാരമായാണ് തികഞ്ഞ ആധികാരികതയോടെ എന്നോണം പച്ചക്കള്ളം പറഞ്ഞതെന്ന് EP വീണ്ടും വിവാദം എന്ന അധ്യായത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഇന്ന് പിണറായി വിജയൻ പ്രസിദ്ധീകരിച്ച ഇതാണെന്റെ ജീവിതം എന്ന ആത്മകഥയിലാണ് ജയരാജന്റെ വെളിപ്പെടുത്തൽ. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ദിവസമായിരുന്നു ഈ വിവാദം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. UDF അനുഭാവിയായിരുന്ന P സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം പുസ്തകത്തിൽ പരാമർശിച്ചിരുന്നുവെന്നും വാർത്ത വന്നു. തുടർന്ന് പ്രസാധകർക്കെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചു. പ്രസാധകർ മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് നടപടികളിലേക്ക് പോകാതിരുന്നതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആ പുസ്തകത്തിലൂടെ താൻ സർക്കാരിന് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും പുസ്തകത്തിന് തലക്കെട്ട് പോലും തന്നെ പരിഹസിക്കാൻ ഇട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്റെ ആത്മകഥ ഞാനാണ് തയ്യാറാക്കേണ്ടത്. അത് പ്രസിദ്ധീകരിച്ചവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അന്ന് എന്റെ ആത്മകഥ സംബന്ധിച്ച വിവാദം നടക്കുമ്പോൾ പുസ്തകം എഴുതി പകുതി പോലും ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ P സരിനെ അറിയുക പോലുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയെന്ന് പറഞ്ഞാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഒടുവിൽ ഞാൻ സർക്കാരിന് എതിരാണെന്ന് വരുത്തി തീർത്തുവെന്നും EP പുസ്തകത്തിൽ പറയുന്നു. അതേസമയം EP ജയരാജന്റെ ആത്മകഥയിൽ CPM നേതൃത്വത്തിന് പരോക്ഷ വിമർശനവും പുസ്തകത്തിലുണ്ട്. വൈദേകം റിസോർട്ട് വിവാദം ഉയർന്നപ്പോൾ ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് വ്യക്തത വരുത്തിയില്ല. P ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിക്കുകയാണ് ചിലർ ചെയ്തതെന്നും വിമർശനമുണ്ട്. ദിവസങ്ങളോളം വാർത്ത പ്രചരിപ്പിച്ചത് വലിയ വിഷമമുണ്ടാക്കി. ആ സമയത്ത് വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപം നിലയ്ക്കുമായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചത്. ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടുന്നു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വൈദേകം എന്ന അധ്യായത്തിലാണ് ഈ വിമർശനം. ആത്മകഥയുടെ 169 പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിനിടയിലാണ് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P ജയരാജൻ എനിക്കെതിരെ വൈദേകം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. വാർത്ത ദിവസങ്ങളോളം തുടർന്നത് വലിയ വിഷയമുണ്ടാക്കി. അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന വിവരം പുറത്തു വന്നതുമില്ല. സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് P ജയരാജൻ വ്യക്തമാക്കി. വിവാദം ഉയർന്ന സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നു എന്നാണ് ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്നത്.